ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. നെല്ലിയാമ്പതിക്കാണ് ട്രിപ്പ് പോണത്. ഇക്കടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞങ്ങളൊരു 5 ഫാമിലി ഉണ്ട്. 5 ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പോണത്. കൊറോണ കാരണം കുറേ കാലം പുറത്തിറങ്ങാതെ അങ്ങനെ പോകുന്നൊരു ട്രിപ്പാണ്. ഹാദിക്കും ഹംറൂനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളൊരു 8 മണിക്ക് ഇറങ്ങി ഒരു 12:30 ആകുമ്പോൾ റിസോർട്ടിലെത്തണം. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി പിറ്റേ ദിവസം 12:30ക്ക് ചെക്കൗട്ട് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. കുറേ കാലം തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കൊറോണ ആയ കാരണം കുറേ കാലം തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങുകയാണ്. കുറേ ഇക്കടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളും ഒക്കെ ഉള്ള കാരണം ഹാദിക്കും ഹംറൂനും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങണ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം കൊറോണ അല്ലേ. ഫുൾ ടൈം റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ഈ ഗ്രീൻലാൻഡിൻ്റെയാണ് ഫാം ഹൗസ്. അവിടെ ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എവിടെയും ഇറങ്ങണ്ട, നേരെ റിസോർട്ടിൽ പോയി ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് റിസോർട്ട് പോയിട്ട് കാണാം. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മളുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഫ്രഞ്ച് മോഡലിലാണ് ഇവിടെ എല്ലാ വീടുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഞങ്ങൾക്ക് കിട്ടിയ വീടൊന്ന് നോക്കി നോക്കാം. എല്ലാ റൂമും ഒരേപോലെ തന്നെയാണ്. ടൂർ വന്നതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത് കുട്ടികളാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കുട്ടികളൊക്കെ കളി തുടങ്ങി. ഞങ്ങൾ ഫാം ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന് ഒപ്പം പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമുക്ക് ഫാം ഹൗസ് കാണാൻ പോവാം. നമ്മൾ ഈ പോകുന്ന വഴിയുടെ സൈഡിലെല്ലാം ഉള്ളത് കാപ്പിത്തോട്ടാണ്. ആദ്യം ഞാൻ ഈ കാപ്പിക്കുരു കണ്ടപ്പോൾ ഇക്കാനോട് സംശയം ചോദിച്ചതായിരുന്നു ഇത് എന്താണ്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് മൊത്തം കാപ്പിത്തോട്ടാണ്. ഇതിലുള്ളതെല്ലാം കാപ്പിക്കുരു ഉണ്ടായി നിൽക്കുന്നുണ്ട്.
അവിടെ സ്പെഷ്യൽ റൂമായിട്ട് 2 റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടേക്കൊന്ന് പോയി നോക്കുകയാണ്. നല്ല രസമായിട്ടുണ്ട്. നമ്മളുടെ മുള വെച്ചിട്ടുള്ള റൂമായിരുന്നു അത്. റൂമിന് പുറത്ത് ടീപ്പോയും 2 കസാരൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യൂ ആണ്, താഴത്തേക്കുള്ളൊരു വ്യൂ. അവിടെ ഫുള്ള് പച്ചപ്പായിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ റൂം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനി ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാദി ഇവിടെ പേടിച്ച് നിൽക്കുകയാണ്. ഒരു ആട്ടിൻകുട്ടിക്ക് ഹാദിനെ നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. ഹാദിയുടെ പിന്നാലെ എപ്പോഴും ഉണ്ട് ആ ആട്ടിൻകുട്ടി. നെല്ലിയാമ്പതിയിൽ ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ മതി. ആ ഫാം ഹൗസിന്റെ ഗേറ്റിൽ ഹാദി അമ്മ കൊടുത്തിട്ട് നടക്കും. പറ്റിയല്ല യമോ കൊത്തൂട്ടാ ആണ് പോണ്ട. ഇതിന്റെ അവസ്ഥ എന്തൊക്കെ അറിയില്ല ആൾക്കാരല്ലേ. എല്ലാവരും കൂടി പശു ഓടണ്ട, വീഴും വീഴും. ആ ഈ അരിക്ക് കൂടാണെന്ന് തോന്നുന്നു. ഈ അരിക്ക് കൂടാണെന്ന് തോന്നുന്നു.
കല്ലെടുത്തറിയത് വെള്ളത്തിൽ കയറിയണ്ട അതിന് പോയിത്തോട്ടെ പോയിത്തോട്ടെ. അത് കൂടെ പോയിട്ട് അവിടെ പോയി നിൽക്കും. അങ്ങോട്ട് പോയിക്കോ. ഈ സാധനം ഉണ്ടല്ലോ ഇവിടെ ഈ മരങ്ങളുടെ ഇടയിലൂടെയുള്ള നടത്തമൊക്കെ വളരെയധികം രസമായിരുന്നു. കാരണം ഹാദിമോനൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും കൂടുതലും വീടിന് പുറമേ ഉള്ള കളി അതൊന്നും അധികം ഇല്ലല്ലോ. നമ്മളൊക്കെ ചെറുതാവുമ്പോൾ നമ്മളൊക്കെ പിന്നെയും കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളുടെ ഇടയിലൂടെയുള്ള നടത്തും അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ താഴ്ന്ന് നടക്കണതൊക്കെ ഹാദിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായി. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒന്ന് നടക്കാൻ വയ്യാതെയായി. തിരിച്ച് റൂമിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ ഒരു 12:30 ടൈമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ഈ ട്രിപ്പ് ഞങ്ങൾ പോയിട്ട് ഏകദേശം 6 മാസത്തോളമായി. ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാണ്ടിരുന്നത്.